ഞാൻ അക്യുപഞ്ചർ പഠിച്ചപ്പോൾ മെയിനായിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ് സെൽഫ് ഹീലിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. സെൽഫ് ഹീലിംഗ് മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പനി, ചുമ, ജലദോഷം ഇതൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ബോഡീനെ ഹീൽ ചെയ്യാനായിട്ടാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഇതൊക്കെ. ഇമ്മ്യൂൺ സിസ്റ്റം റിയാക്ട് ചെയ്യുന്നതാണ് ഈ പനിയും ജലദോഷവും വയറിളക്കവും എന്നൊക്കെ പറയാം. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരേ ടോക്സിക്കായിട്ടുള്ള സംഭവങ്ങളെ ശരീരം ഉള്ളിൽ സൂക്ഷിക്കാതെ പുറത്തോട്ട് തള്ളുന്നു. അതാണ് ഈ പ്രോസസ്സിലൂടെ നടക്കുന്നത്. അപ്പോൾ ഇതിന് പലപ്പോഴും ആൾക്കാർ അലോപ്പതിയിലെ നിർദ്ദേശപ്രകാരം മരുന്ന് വാങ്ങിച്ച് കഴിച്ചു ഈ പ്രോസസ്സിനെ നിർത്തുന്നു. നിർത്തുന്നതിൻ്റെ ഫലമായിട്ട് ഒരുപാട് അസുഖങ്ങൾ അവർക്ക് വീണ്ടും ശക്തമായി തിരിച്ചു വരികയും വീണ്ടും ഹോസ്പിറ്റലിൽ പോയി വീണ്ടും മരുന്ന് കഴിക്കുക, ഇങ്ങനൊരു പ്രക്രിയ ഇങ്ങനെ സൈക്കിളായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും അവസാനം ഏതെങ്കിലും ഒരു മാരക അസുഖത്തിന് അടിമയായിട്ട് സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പങ്കുവയ്ക്കുന്നത് നമ്മുടെ കുറേ രോഗങ്ങളുണ്ട്. അതിൻ്റെ എന്തുകൊണ്ടാണ് ആ രോഗം ശരീരം ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചിലപ്പോൾ പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുന്നവർ ഫോളോ ചെയ്യുക. വരുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണുക, എങ്കിലേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ഒപ്പീനിയനും കമൻ്റായിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും സ്ഥിരമായിട്ട് വീഡിയോ കാണുക.